40ാമത്തെ ക്വസ്റ്റ്യാണ്. സോൾഡർ ഈസ് ദി മിക്സ്ചർ ഓഫ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ടിൻ ആൻഡ് ലെഡ്. 1N4007 ഈസ് സെമി കണ്ടക്ടർ ഡയോഡ്, ഹെൻസ് 1N represents ഓപ്ഷൻ ഡി 1p-n junction. 42. Color code for 47 ohm resistor with plus or minus 5% tolerance. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, യെല്ലോ, വയലറ്റ്, ബ്ലാക്ക്, ഗോൾഡ്. 2 current carrying conductors placed side by side experience a force of attraction. 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അടുത്തടുത്ത് വെച്ചാൽ അത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് സെയിം ഡയറക്ഷനിലായിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 44ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ? അപ്പം നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള മെഷീൻസിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് എ ലെഡ് ആസിഡ് സെൽ. ലെഡ് ആസിഡ് സെല്ലിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സ്പോഞ്ചി ലെഡ്. ലെഡ് പെറോക്സൈഡ് ആണ് അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ്. 57ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മീറ്റർ ഷണ്ട് ഈസ് ഡാഷ് റെസിസ്റ്റൻസ്. അമ്മീറ്റർ ഷണ്ട് എപ്പോഴും ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. വോൾട്ടിമീറ്ററിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് സീരീസ് ആയിട്ട്. 48ാമത്തെ ക്വസ്റ്റ്യൻ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ്. 18 SWG ഈസ് ഈക്വൽ ടു 1.22 mm ആണ് 18 SWG എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ എഡിസൺ സെൽ. എഡിസൺ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് KOH ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. CT ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. CT യൂസ് ചെയ്യുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മെഷർമെൻറ്റിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് mmf/ഫ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആംപിയർ ടേൺസ് പെർ വെബർ. എനർജി സ്റ്റോർഡ് ഇൻ എ ഇൻഡക്ടർ ഈസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W=12LI². അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്വയർസ് 0.9 കുളം ടു ചാർജ് ഇറ്റ് ടു എ 30 വോൾട്ട്? അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് C=Q/V ആണ്. അതിൽ C കപ്പാസിറ്റൻസ്, Q ചാർജ്, V വോൾട്ടേജ്. ചെയ്തു നോക്കുമ്പോൾ 0.9 / 30 വോൾട്ടാണ് ഉത്തരം വരുന്നത്. 0.03 ഫാരഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ ഈസ് അപ്രോക്സിമേറ്റ്ലി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 1.21 ആണ്. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് എ കോയിൽ ഹാവിംഗ് ഇൻഡക്റ്റൻസ് ഓഫ് 4 ഹെൻറി. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ XL=2πfL ആണ്. അപ്പോൾ അത് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ ഓപ്ഷൻ ബി 1256 ഹെൻറി ആണ് ആൻസർ വരുന്നത്. ഹെൻറി അല്ല, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയതിനെ കൊണ്ട് തന്നെ ഓം ആണ് ആൻസർ വരുന്നത്. 1256 ഓം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ഈസ് റോങ്? അപ്പോൾ തെറ്റായിട്ടുള്ള ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ P=VI ശരിയാണ്, P=V²/R ശരിയാണ്, P=I²R ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ടുള്ള ഇക്വേഷൻ. P=V²V/R² അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. കപ്പാസിറ്റീവ് റിയാക്ടൻസ്
എക്സ് സി ഈസ് ഈക്വൽ ടു എക്സ് സിൻ്റെ ഇക്വേഷൻ ആണ്. എക്സ് സിൻ്റെ ഇക്വേഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എക്സ് സി ഈസ് ഈക്വൽ ടു 1/2πfc. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിറ്റൻസ് y ഈസ് ഈക്വൽ ടു, അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്, ഇൻഡക്റ്റൻസിൻ്റെ അല്ല, ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കലാണ് അഡ്മിറ്റൻസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1/z. അടുത്ത ക്വസ്റ്റ്യൻ, സസെപ്റ്റൻസ് ബി ഈസ് ഈക്വൽ ടു, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, x/r². Two wattmeters W1 and W2 are connected in a three-phase circuit to measure 1 kW load at 0.5 power factor. What is the following reading will be correct? Option C ആണ് കറക്റ്റ് ആൻസർ. 0.5 പവർ ഫാക്ടറിൽ W1 reads 1000 watts and W2 reads 0. അടുത്ത ക്വസ്റ്റ്യൻ, polarized electrolyte aluminum capacitor are designed to have DC working voltage in the range of, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 5 to 500 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം പീരീഡ് ഓഫ് 240 വോൾട്ട് AC സപ്ലൈ ഇൻ ഇന്ത്യ ഈസ്, അപ്പോൾ ഇന്ത്യയിലെ ഫ്രീക്വൻസി പറയുന്നത് 50 ഹെർട്സ് ആണ്. അപ്പോൾ 1/f കണ്ടാൽ 0.02 സെക്കൻഡ്സ് കിട്ടും ടൈം പീരീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റേണൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് ഇലക്ട്രോഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 38 mm ആണ്. അപ്പോൾ എർത്ത് ഇലക്ട്രോണിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ ഒരിക്കലും 38 mm കുറയാൻ പാടില്ല. ഇൻ PTC റെസിസ്റ്റർ ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇൻക്രീസസ് നോൺ ലീനിയർലി. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നാണ് PTCൻ്റെ ഫുൾ ഫോം. വിച്ച് ഈസ് ആക്റ്റീവ് കോമ്പണൻറ്റ്, അപ്പം താഴെ പറഞ്ഞിരിക്കുന്നതിൽ ആക്റ്റീവ് കോമ്പണൻ്റ് ആയിട്ടുള്ളത് ഡയോഡാണ്. ബാക്കി റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറൊക്കെ എന്താണ്, ആക്റ്റീവ് കോമ്പണൻ്റ് അല്ല, പാസീവ് കോമ്പണൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, BY127 ഈസ് എ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സെമി കണ്ടക്ടർ ഡയോഡാണ് BY127. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളർ ഓഫ് സിലിക്ക ജെൽ ചേഞ്ചസ് ടു ഡാഷ് ആസ് ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം എയർ. അപ്പോൾ സിലിക്ക ജെല്ലിൻ്റെ കളറ് ബ്ലൂ ആണ്, അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമ്പോൾ പിങ്ക് കളറിലേക്ക് മാറും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സിങ്ക്രോണസ് സ്പീഡ് ഓഫ് എ 3-phase 4-pole 50 Hz ഇൻഡക്ഷൻ മോട്ടോർ ഈസ്, സിങ്ക്രോണസ് സ്പീഡ് NS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NS ഈസ് ഈക്വൽ ടു 120f/p ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ F ഫ്രീക്വൻസിയാണ്, P പോൾസ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം കിട്ടുക, 1500 RPM. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ചാർജ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് Q ഈസ് ഈക്വൽ ടു IT ആണ്, കറണ്ട് ഇൻറ്റു ടൈം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് F ക്ലാസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 155 ഡിഗ്രി സെൽഷ്യസ് ആണ് F ക്ലാസ് ഇൻസുലേഷൻ്റെ ലിമിറ്റിംഗ് ടെമ്പറേച്ചർ പറയുന്നത്. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾ കറണ്ട് ഇൻ സോളിഡ് കണ്ടക്ടേഴ്സ് റിസൾട്ട് ഇൻ എൻ ഇൻക്രീസ് ഇൻ ദി കറണ്ട് ഡെൻസിറ്റി നിയർ ദി സർഫേസ്. ഈ എഫക്റ്റ് ഏതാന്നുള്ള ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സ്കിൻ എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദി കറക്റ്റ് വൺ. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പവർ ഈസ് ഈക്വൽ ടു VQ/IT. Q എന്ന് പറഞ്ഞത് നേരത്തെ കണ്ടുവച്ചിരുന്നു, IT ആണ്. അപ്പം അതിൽ ടീം വെട്ടിപ്പോയാൽ VI എന്നുള്ള ഇക്വേഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 1 metric HP ഈസ് 735.5 watts ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ആൻ കണ്ടക്ടർ ഓഫ് എ ജനറേറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. When two resistors are connected in series, total resistance is 8 ohm and when connected in parallel, equivalent resistance is 2 ohm.
വാല്യൂ ഓഫ് ഈച്ച് റെസിസ്റ്റൻസ് ആർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ 4 ohm and 4 ohm. An MI voltmeter reads dash value. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. RMS വാല്യൂ ആണ് ഒരു MI വോൾട്ടിമീറ്റർ റീഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. L ഈസിക്കൽ ടു ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. L ഈസിക്കൽ ടു XL/2πf. അടുത്ത ക്വസ്റ്റ്യൻ 1 cycle is dash electrical degrees. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 360 ഇലക്ട്രിക്കൽ ഡിഗ്രീസ് ആണ്. RMS വാല്യൂ ഈസിക്കൽ ടു ഡാഷ് ഇൻറ്റു മാക്സിമം വാല്യൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ്.